ലോകമുറ്റുനോക്കിയ അമേരിക്ക ഇറാൻ ചർച്ച പരാജയപ്പെട്ടു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ 21 മണിക്കൂറിലേറെ നീണ്ട മാരത്തൺ ചർച്ചകളാണ് പരാജയപ്പെട്ടത്. ചർച്ചയുടെ ഫലം നിരാശയായിരുന്നുവെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. അതേസമയം ഹോർമോസ് കടലിടുക്ക് തർക്കം, ആണവ വിഷയങ്ങളിലെ US നിലപാട് എന്നീ കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ഇറാനും നിലപാട് വ്യക്തമാക്കി. ഇതോടെ വിവിധ ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകൾ ധാരണയാകാതെ പിരിയേണ്ടി വന്നു. ഇനി എന്ത് എന്ന ചോദ്യം മിഡിൽ ഈസ്റ്റിൽ ഉയരുകയാണ്. വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ജുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രധാന വിഷയങ്ങളിൽ ഇപ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതാണ് ചർച്ചകൾ അലസിപ്പിരിയാൻ കാരണമായത്. അതിൽ ആണവായുധങ്ങൾക്കെതിരെ ഇറാന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്ക് ശേഷം നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതിനാലാണ് കരാറുകളൊന്നുമില്ലാതെ നിരാശരായി മടങ്ങിയതെന്ന് US സംഘം പറയുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്ക് വിഷയം, ആണവ വിഷയങ്ങളിലെ US നിലപാട് എന്നിവ അംഗീകരിക്കാനാവില്ലെന്ന് ഇറാനും വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ കടുത്ത നിലപാടുകളാണ് ഇത്തരത്തിൽ ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നും ഇറാൻ ആവർത്തിച്ചു പറഞ്ഞു. ഇതോടെ 21 മണിക്കൂർ നീണ്ട അമേരിക്ക ഇറാൻ മാരത്തൺ ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടതെന്ന് നമുക്ക് പറയാം. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ തുടരുമെന്ന് ഇരുകൂട്ടരും പറയുന്നുണ്ടെങ്കിലും ഇത് എപ്പോൾ പുനരാരംഭിക്കുമെന്ന് വ്യക്തമല്ല. ഞായറാഴ്ചയും ചർച്ചകൾ തുടരുമെന്ന് ഇറാന്റെ സ്റ്റേറ്റ് TV റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട്. അത് അതുപോലെ തന്നെ തുടരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നിലപാട് ഇതിൽ വളരെ നിർണായകമാണ്. ഇതാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇതിൽ ഗൾഫ് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഇത്തരം സുപ്രധാന വിഷയങ്ങളാണ്. തുടർച്ചയായി 40 ദിവസം ഗൾഫിലേക്ക് ആക്രമണം നടത്തിയ ഇറാനെ ഇനി പഴയതുപോലെ കാണാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ആകുമെന്നതും മറ്റൊരു വിഷയമാണ്. ഇതിനിടെ സൗത്ത് ലെബനിലേക്ക് ഞായറാഴ്ചയും ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതും ഇറാനെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന ഘടകമാണ്. ഇറാൻ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന ചില റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം വരും മണിക്കൂറുകളിൽ അതീവ നിർണായകമാണ്.